പ്രൊഫഷണൽ കോഴ്സുകളിൽ പരിശീലനം നൽകി വിദേശത്തും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകാമെന്ന് വാഗ്ദാനം നൽകി തട്ടിയ കേസിൽ പ്രതികളെ പിടികൂടാനാകാതെ പോലീസ്. VLCC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്യൂട്ടി ആൻഡ് ന്യൂട്രീഷൻ എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു തട്ടിപ്പ്. വിവിധ കോസ്മെറ്റിക് കോഴ്സുകൾക്കുള്ള പരിശീലനമാണ് സ്ഥാപനത്തിലൂടെ നൽകിയിരുന്നത്. ഇന്റർനാഷണൽ അഫിലിയേഷനുള്ള സർട്ടിഫിക്കറ്റുകളാണ് കോഴ്സുകൾക്കുള്ളതെന്ന് പറഞ്ഞായിരുന്നു വിദ്യാർത്ഥികളെ വിവിധ കോഴ്സുകളിൽ ചേർത്തിരുന്നത്. പോത്തൻകോട് സ്വദേശിനിയായ സജിന ജബ്ബാർ നൽകിയ പരാതിയിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. സുജിത്ത്, സരിക, ശ്രീവിദ്യ, ഷൈനി, ജിഷ്ണു എന്നിവർക്കെതിരെയാണ് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. 2019 സജിന VLCC ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്യൂട്ടി ആൻഡ് ന്യൂട്രീഷൻ എന്ന സ്ഥാപനത്തിൽ വിവിധ കോഴ്സുകളിൽ ചേരുന്നത്. 9ഓളം കോഴ്സുകൾ VLCCയിൽ നിന്നും സജിന പൂർത്തിയാക്കിയിരുന്നു. 4,45,266 രൂപയാണ് ഇത്രയും കോഴ്സുകൾക്കായി ചെലവാക്കിയത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. ലേസർ എസ്തെറ്റിക്സ് കോഴ്സിനായി 1,85,082 രൂപയും ഡിപ്ലോമ ഇൻ കോസ്മെറ്റോളജി എന്ന കോഴ്സിന് 80,000 രൂപയും അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഹെയർ ടെക്നോളജി കോഴ്സിനായി 30,864 രൂപയുമാണ് ഫീസായി നൽകിയത്. മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് VLCCയിൽ ഫീസ് അധികമായിരുന്നുവെന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത്. ഇന്റർനാഷണൽ അഫിലിയേഷനുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനാലാണ് അധികം തുകയാകുന്നത് എന്നായിരുന്നു VLCCയുടെ വിശദീകരണം. അഫിലിയേഷൻ ഇല്ലാത്ത സർട്ടിഫിക്കറ്റുകൾ നൽകി നിരവധി പേരെ ഇവർ കബളിപ്പിച്ചതായാണ് സൂചന. വിദേശത്ത് ജോലി ചെയ്യാൻ ആവശ്യമായ സിഡസ്കോ സർട്ടിഫിക്കേഷൻ പോലും ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇല്ലെന്നും തട്ടിപ്പിനിരയായവർ പറയുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിലെ പരസ്യം കണ്ടാണ് പരാതിക്കാരി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബന്ധപ്പെടുന്നത്. ബ്രൈഡൽ മേക്കപ്പ് കോഴ്സിനായാണ് പരാതിക്കാരി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെടുന്നത്. എന്നാൽ കോഴ്സിനേക്കാൾ ജോലി സാധ്യതയും ശമ്പളവും ലഭിക്കുന്നത് കോസ്മെറ്റോളജി കോഴ്സിനാണെന്നും പരാതിക്കാരിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയായിരുന്നു. തുടർന്ന് ദുബായിലായിരുന്ന യുവതി കോഴ്സ് പഠിക്കാനായി തിരുവനന്തപുരത്ത് എത്തുകയായിരുന്നു. കോസ്മെറ്റോളജി ചെയ്യുന്നതിനിടെ അഡ്വാൻസ്ഡ് സർട്ടിഫിക്കറ്റ് ഇൻ ഹെയർ ടെക്നോളജി കോഴ്സും ലേസർ എസ്തെറ്റിക്സ് കോഴ്സും പരാതിക്കാരി പൂർത്തിയാക്കിയിരുന്നു. ലേസർ എസ്തെറ്റിക് കോഴ്സ് ഡോക്ടറുടെ കീഴിൽ പഠിക്കേണ്ടിയിരുന്ന കോഴ്സായിരുന്നു. ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റാണ് ഈ കോഴ്സിന് നൽകുന്നതെന്നതിനാൽ വിദേശ രാജ്യങ്ങളിലടക്കം ജോലി നേടാൻ കഴിയുമെന്നാണ് VLCC അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ ജോലിക്കായി ദുബായിൽ അപേക്ഷിച്ച സമയത്ത് അംഗീകാരമില്ലാത്തതിനാൽ സർട്ടിഫിക്കറ്റ് നിരസിക്കുകയായിരുന്നുവെന്ന് അറിയുന്നത്. തുടർന്ന് VLCCയുമായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ കോഴ്സ് ഒരു വർക്ക്ഷോപ്പ് കോഴ്സായിരുന്നുവെന്നും UGC അംഗീകാരം നൽകാൻ കഴിയില്ലെന്നും പറഞ്ഞ് കബളിപ്പിക്കപ്പെട്ടത്. വിദേശത്ത് ജോലി ലഭിക്കണമെങ്കിൽ കോഴ്സ് പൂർത്തിയാക്കിയ സ്ഥലത്ത് തന്നെ 1 വർഷത്തെ പ്രവൃത്തി പരിചയം ആവശ്യമായിരുന്നു. ഇതിനാൽ 1 വർഷം തിരുവനന്തപുരത്തെ സ്വകാര്യ ക്ലിനിക്കിൽ പരാതിക്കാരി ജോലി ചെയ്തു. ദുബായിലാണ് സജിന ജോലിക്കായി ശ്രമിച്ചിരുന്നത്. ദുബായിൽ ജോലി ലഭിക്കുന്നതിനായി 1 വർഷത്തെ പരിചയസമ്പത്ത് കൂടാതെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ കോഴ്സ് സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതുണ്ട്. ശേഷം ദുബായ് ഹെൽത്ത് അതോറിറ്റി സർട്ടിഫിക്കറ്റുകളുടെ അഫിലിയേഷൻ അടക്കമുള്ള കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം ഒരു പരീക്ഷയും നടത്തും. ഈ പരീക്ഷയ്ക്കായി ഉദ്യോഗാർത്ഥി 4,610 ദിർഹം അടച്ചിരുന്നു. ഈ കാശും സജിനക്ക് നഷ്ടമായി. 2024 സജിന അതോറിറ്റിയിൽ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുന്നത്. പരാതിക്കാരി ദുബായ് ഹെൽത്ത് അതോറിറ്റിയിൽ സമർപ്പിച്ച സർട്ടിഫിക്കറ്റുകൾ യോഗ്യമല്ലെന്ന് റിപ്പോർട്ട് വന്നതോടെയാണ് താൻ കബളിപ്പിക്കപ്പെട്ടു എന്ന് പരാതിക്കാരി മനസ്സിലാക്കുന്നത്. അതോറിറ്റിയിൽ അന്വേഷിച്ചപ്പോൾ VLCC ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സർട്ടിഫിക്കറ്റുകൾ അംഗീകാരമില്ലാത്തവയാണെന്നും അറിയിക്കുകയായിരുന്നു. തുടർന്ന് നിരവധി തവണ പരാതിക്കാരി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടിരുന്നു. 10 ദിവസത്തിനകം അഫിലിയേഷനുമായുണ്ടായ പ്രശ്നത്തിൽ പരിഹാരം കാണാമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. എന്നാൽ 8 മാസത്തോളമായിട്ടും അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നൽകാതെ ഇൻസ്റ്റിറ്റ്യൂട്ട് സജിനയെ വഞ്ചിക്കുകയായിരുന്നു. സമാനമായ രീതിയിൽ നിരവധി പേരാണ് കബളിപ്പിക്കപ്പെട്ടതെന്നാണ് സൂചന. VLCC ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ തിരുവനന്തപുരം സ്വദേശികളായ വിനീതയും മാളവിക എന്നിവരും ഫോർട്ട് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. ഇവരുടെയും പക്കൽ നിന്നും ലക്ഷങ്ങളാണ് അംഗീകൃത കോഴ്സ് എന്ന പേരിൽ പ്രതികൾ തട്ടിയത്. ഭാരതീയ ന്യായ സംഹിതയിലെ 420, 34 വകുപ്പുകൾ പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആവശ്യം ഏതുമാകട്ടെ, പണം ഞങ്ങൾ തരും.